അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച് ആരോഗ്യവകുപ്പ്. കുഞ്ഞിന്റെ മാതാവിന് ആദ്യം 3 മാസം നൽകിയ പ്രസവകാല ചികിത്സ തൃപ്തികരമല്ല. അപകട സാധ്യത സംബന്ധിച്ച് അമ്മയുമായി ആശയവിനിമയം നടത്തിയില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്തി. 2 ഗൈനക്കോളജിസ്റ്റുകൾക്കെതിരെയും അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. നവംബർ 8 ആലപ്പുഴ ലജനത്ത് വാർഡ് നവറോജി പുരയിടത്തിൽ അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികൾക്ക് ആൺകുഞ്ഞ് പിറക്കുന്നത്. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കുഞ്ഞിന് പക്ഷേ ശരീരമാകെ വൈകല്യങ്ങൾ. കണ്ണിനും കാലിനും ജനനേന്ദ്രിയത്തിനുമടക്കം വൈകല്യം. ഗർഭകാലത്ത് ഒരിക്കൽ പോലും കുഞ്ഞിന് വൈകല്യമുണ്ടെന്ന കാര്യം ഡോക്ടർമാർക്കും 7 തവണ സ്കാൻ ചെയ്ത സ്വകാര്യ ലാബുകൾക്കും കണ്ടെത്താൻ കഴിയാത്തത് ആ ദമ്പതികൾക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി. അവർ പരാതിയുമായി രംഗത്ത് വന്നു. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷേർലി, നഗരത്തിലെ 2 സ്വകാര്യ ലബോറട്ടറികളിലെ ഡോക്ടർമാർ എന്നിവർക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണവും ആരംഭിച്ചു. ആദ്യ നടപടിയായി 2 സ്കാനിംഗ് സെന്ററുകളും പൂട്ടി. അവയുടെ ലൈസൻസുകൾ റദ്ദാക്കി. ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഉറപ്പും നൽകി. എന്നാൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല, മാസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തു വന്നില്ല. ജനുവരി 17 കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് SIT ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞ് ജനിച്ചതു മുതൽ 5 മാസമായി തുടരുന്ന ആശുപത്രിവാസം സാമ്പത്തികമായി കുടുംബത്തെ ദുരിതത്തിലുമാക്കി. ടാക്സി ഡ്രൈവറായ അനീഷിന് ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്ത സ്ഥിതി. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ചികിത്സയിലും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനായില്ല. കുഞ്ഞിന്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയും മോശമാകാൻ തുടങ്ങി. ഇതോടെ വീണ്ടും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇതിനെല്ലാം പുറമെ വീഴ്ച കണ്ടെത്തിയിട്ടും നടപടി വൈകുന്നത് കുടുംബത്തെ ഏറെ അലട്ടി. ഒടുവിൽ അവർ മുഖ്യമന്ത്രിയെ സമീപിച്ചു. ഈ 75 ദിവസം കൊണ്ട് ഒരു പുരോഗതിയും കുഞ്ഞിനുണ്ടായിട്ടില്ല. കുഞ്ഞിന്റെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റിനും നിമോണിയയും ഒരു ബാക്ടീരിയയുടെ ട്രീറ്റ്മെന്റുമാണ് SITയിൽ നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി നൽകിയ മറുപടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് തപാൽ വഴി കുടുംബത്തിന് കൈമാറി. ഈ റിപ്പോർട്ടിലാണ് ചികിത്സാ പിഴവുണ്ടായെന്ന് ആരോഗ്യവകുപ്പ് സമ്മതിച്ചിരിക്കുന്നത്. അപകട സാധ്യത സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നതിൽ കടപ്പുറം ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരായ CV പുഷ്പകുമാരി, KA ഷേർലി എന്നിവർ പരാജയപ്പെട്ടുവെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കുഞ്ഞിന്റെ മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ആരോഗ്യരംഗത്ത് നിന്ന് ഇത്രയും വീഴ്ച ഈ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് അത് അഡീഷണൽ ഡയറക്ടർ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടും ഇതുവരെ ലാബിനോ ഡോക്ടർമാർക്കെതിരെയോ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അതാണ് എന്നെ വളരെ വിഷമിപ്പിക്കുന്ന കാര്യം. 2 ഗൈനക്കോളജിസ്റ്റുകൾക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഈ ശുപാർശയിന്മേൽ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.